ബന്ധപ്പെടുന്നു. അതിന് ഞാൻ തിരികെ എത്താം. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ED നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാണ്, സാമ്പത്തിക കൊള്ള നടത്തുന്നു BJP എന്നുള്ള ആരോപണം പലതവണ ഇടതുപക്ഷം ഉന്നയിച്ചതാണ്. അത് ഇവിടെ ഉയർന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വരുന്ന കൈക്കൂലി കേസ് ഇതിനെല്ലാം ഉള്ള ഒരു സ്ഥിരീകരണമായിട്ട് പാർട്ടി കണക്കാക്കപ്പെടുന്നത് ഒരല്പം കടുത്ത കയ്യല്ലേ? ആ തരത്തിലുള്ള ഒരു മുഖപ്രസംഗം വരികയും ആ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ വരികയും ചെയ്യുമ്പോൾ ഇതിക്കെതിരെയുള്ള വിമർശനം അത് കുറെ കാലമായി കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കാരണം പല കേസുകളിലും പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ട്. EDയുടെ നിലപാട് യോജിക്കാൻ കഴിയുന്നില്ല. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അവയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായ വൈര്യനിര്യാതന ബുദ്ധിയോട് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നു എന്നൊക്കെ ആക്ഷേപമുണ്ട്. പക്ഷെ അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. ഇതിന് കേവലം രാഷ്ട്രീയമായി മാത്രം കാണേണ്ട വിഷയമല്ല. നമുക്ക് അസ്വീകാര്യമാകുന്ന കാര്യങ്ങളുണ്ടാകുമ്പോൾ EDയുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുക, നമ്മുടെ എതിരാളികൾക്ക് അത് അസൗകര്യമാകുമ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുക, അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഇതിൽ വലിയൊരു ഫെഡറൽ തത്വം ഇതിലടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൗരസമൂഹത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. സാധാരണ നിയമ സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില ഏജൻസികൾക്ക്, അത് ED മുതൽ UAPA വരെ ഉണ്ട്, വ്യത്യസ്തമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അധികാര പ്രയോഗം പൗരസമൂഹത്തിന്റെ അവകാശങ്ങളെ ലംഘിക്കുന്ന രീതിയിലാവുന്നെങ്കിൽ അതിനെ ആർജവത്തോടെ ചോദ്യം ചെയ്യണം എല്ലാവരും. നമ്മുടെ സൗകര്യവും അസൗകര്യവും നോക്കിയല്ല ഇതിലെ തെറ്റും ശരിയും നിശ്ചയിക്കേണ്ടത്. EDക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ നീതിപൂർവകമായ ഒരു നടപടികൾ, അന്വേഷണം ഉൾപ്പെടെ ആരെടുക്കും, എങ്ങനെയെടുക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിൽ പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് വരുന്നത്, കേരളത്തിൽ എപ്പോഴും ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്നു. ദേശീയ തലത്തിൽ ഈ നിലപാടെടുക്കുമ്പോൾ കേരളത്തിൽ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഈ പറയുന്ന ആത്മാർത്ഥത ഇടതുപക്ഷത്തിന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് കൊടകര കേസൊക്കെ EDക്ക് കൈമാറിയ വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ഒരു രണ്ട് നിലപാട് കാണിക്കുന്നു CPM ഇടതുപക്ഷം എന്നുള്ളൊരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് കോൺഗ്രസിനും ബാധകമാണ്. ഈ ഇരട്ടത്താപ്പ് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഈ രണ്ട് നിലപാട്, അത് പരസ്പര വിരുദ്ധമായ നിലപാടാണത്. അത് കോൺഗ്രസിനും അതിന് ഉത്തരവാദിത്വമുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കെതിരെയോ അല്ലെങ്കിൽ റോബർട്ട് വാദ്രയ്ക്കെതിരെയോ ഒരു നടപടി വന്നാൽ അപ്പോൾ അത് ഒരു ശത്രു സംഹാര നടപടിയാണ്. CPMനെതിരെ വന്നാലോ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയല്ല കരുതേണ്ടത്. ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തന ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കാരണം ED കേസുകൾ ഒതുക്കുന്നതിന്, കേസുകൾ ഉണ്ടാക്കുന്നതിന്, അതിന് വലിയ തോതിൽ പണം വാങ്ങുന്നു. അതിനൊക്കെ വലിയ അഴിമതി നമ്മൾ കാണാനുണ്ടോ? നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമാണത്. അവിടെ ഒരു നിലപാട് ഉണ്ടാകാൻ പാടുള്ളൂ. CPM ആയാലും കോൺഗ്രസ് ആയാലും ഈ കേന്ദ്ര ഏജൻസികളുടെ സംശുദ്ധീകരണം അത് എപ്രകാരം നടത്താൻ കഴിയും, അതിനെക്കുറിച്ചാണ് ഈ പാർട്ടികൾ ആലോചിക്കേണ്ടത്. കാരണം അപ്പുറത്തെ ഇവയൊക്കെ നിയന്ത്രിക്കുന്നത് BJP ആണ്. വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസും CPMഉം ഒക്കെ ഉൾപ്പെടെയുള്ള പാർട്ടികളാണ്, ആപ്പും ഒക്കെ ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ താൽക്കാലികമായ അല്ലെങ്കിൽ അഡ്ഹോക്ക് ആയിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായി ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ പാർട്ടികൾക്ക് വിക്ടിംസ് എന്ന നിലയിൽ കൂടി ബാധ്യതയുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ED എടുത്ത കേസുകളുടെ എണ്ണമൊക്കെ രാജ്യസഭയിൽ ഉയർന്നു വന്നിരുന്നു. റഹീം ചോദിച്ച സമയത്ത് മന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അപ്പോഴും ഈ എത്ര പേർക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. 2 പേർക്കെതിരെയാണ് ഈ 198 കേസിൽ ഉണ്ടായിരിക്കുന്നത്. അത് നടപടിയില്ല, പകരം ഈ തരത്തിലുള്ള ഈ മുൾമുനയിൽ നിർത്തലും കുരുക്കുമുറുക്കലും മാത്രമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു വിശ്വാസ്യത കുറയുന്ന രീതിയിലേക്ക് പൊതുജനങ്ങളിലേക്ക് മുന്നിലേക്ക് കൂടി ആ വിഷയം എത്തിക്കാൻ അതിൽ പക്ഷേ ഈ പറയുന്ന ഇതിനപ്പുറത്തേക്ക് ഇടതുപക്ഷത്തിന് കഴിയുന്നുണ്ടോ? അത് വലിയൊരു വിഷയം തന്നെയാണിത്. കുറെ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കേന്ദ്ര ഏജൻസികൾ കൊട്ടും കുരവയും ആർപ്പുളിയും ഒക്കെയായി പല ഹൈ പ്രൊഫൈൽ കേസുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ ഒടുവിലൊക്കെ എന്ത് സംഭവിക്കുന്നു? കോടതിയിലെത്തുമ്പോൾ കൺവിക്ഷൻ ഇല്ല. എല്ലാവരെയും ശിക്ഷിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കൺവിക്ഷന് അത് ന്യായമായ ഒരു റേറ്റ് അവിടെ ഉണ്ടാകണം. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ കാരണം കണ്ടുകിട്ടുകയാണ്. ED തന്നെ സ്വന്തം കേസുകൾ
അവരുടെ താല്പര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിൻവലിക്കുന്നതിന് പകരം പരാജയപ്പെടുന്നതിനുള്ള അവസരം ഉണ്ടാക്കുന്നതായിരിക്കാം. അതിനുള്ള പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. EDയെ പ്രയോജനം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ, ജനാധിപത്യ പാർട്ടികളെ വിരട്ടുന്ന, ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, അവയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കേന്ദ്ര നിലപാടുണ്ട്. അതിനെതിരെ യോജിച്ച നിലപാട് സ്വീകരിക്കാൻ CPM-നും കഴിയണം, കോൺഗ്രസ് എന്നും കഴിയണം, ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾക്കും കഴിയണം. നന്ദി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടിയാണ് പ്രതികരിച്ചത്. VV അരുണിലേക്ക് വീണ്ടും. അരുൺ, മുഖപ്രസംഗത്തിന് അപ്പുറത്തേക്ക് ഇനി വരുന്ന ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മേളനങ്ങളിൽ അത്തരം പ്രതികരണങ്ങളിലൊക്കെയും ഈ വിഷയം ഊന്നി പറയാനുള്ള ശ്രമം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അങ്ങനെയുള്ള സൂചനകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും CPM ഒരു മുഖപ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു വാർത്താക്കുറിപ്പിലോ ഒതുങ്ങുന്ന ഒരു വിഷയമായല്ല ഇതിനെ കാണുന്നത്. ഇതിന് വലിയ അവസരമാണ് എന്നവർ കാണുന്നുണ്ട്. കാരണം ഇത്ര അധികം വർഷങ്ങൾ ഇപ്പോഴും CPM-നെ വേട്ടയാടുന്ന, അല്ലെങ്കിൽ CPM-ന്റെ ഭാഷയിൽ വേട്ടയാടുന്ന, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അത് കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ് അവർ കരുതുന്നു. BJP സർക്കാർ എന്തു പറയുന്നു, അല്ലെങ്കിൽ BJP ഇതര സംസ്ഥാന സർക്കാരുകളെ, ഭരണകൂടങ്ങളെ ആ രീതിയിൽ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ കേന്ദ്ര ഏജൻസികൾ, CBI ആയാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയാലും അതിനെയൊക്കെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നത് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അത് അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയമുണ്ടായപ്പോൾ അവർ ആ രീതിയിലാണ് അതിനെ കണ്ടത്. പ്രിയങ്ക ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും ഉള്ള കേസ് വരുമ്പോഴും CPM അതേ നിലപാടാണ് എടുത്തത്. അതുതന്നെ കേരളത്തിലും അവർ അത് ശക്തമായി എടുക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ രീതിയിൽ വെറും ഒരു രാഷ്ട്രീയ ചട്ടുകമായി മാത്രമേ CPM കാണുന്നുള്ളൂ. അതുകൊണ്ട് അവരെ തുറന്നു കാട്ടാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമായി ഇപ്പോൾ യഥാർത്ഥത്തിൽ പന്ത് CPM-ന്റെ സർക്കാരിന്റെ കോർട്ടിലാണ്. വിജിലൻസ് അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടക്കുന്നത്. അത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക്, ശക്തമായ നീക്കങ്ങളിലേക്ക് കടന്നാൽ അത്ഭുതപ്പെടാനില്ല. കൂടുതൽ അറസ്റ്റും ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഒരുപക്ഷെ വിജിലൻസിന് പുറമെ മറ്റ് ഏജൻസികൾ, സംസ്ഥാന പോലീസിന്റെ മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ വിഭാഗങ്ങൾ ഈ കേസ് ഏറ്റെടുത്താലും അത്ഭുതപ്പെടാനില്ല. അങ്ങനെ എല്ലാ തരത്തിലും EDയെ മുറുക്കാനുള്ള, പ്രതിരോധിക്കാനുള്ള വഴിയായി CPM ഇതിനെ കാണും എന്ന് ഉറപ്പാണ്. നേരത്തെ തന്നെ ഇത്തരം ചില നീക്കങ്ങൾ പല കേസുകളിലും CPM നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായി അവർ ഇതും കാണും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് വർഷമാണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്നു. സംസ്ഥാന നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലേക്കും മാസങ്ങളുടെ മാത്രം അകലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണെന്ന് VV അരുൺ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ